വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ലയത്തിൽ നിന്നും 57,000 രൂപയും ATM കാർഡും ആധാർ കാർഡും മോഷണം പോയി. ഇന്ന് വെളുപ്പിനെയോട് കൂടിയാണ് സംഭവം ഉണ്ടായത്. വണ്ടിപ്പെരിയാർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി 1-ാം ഡിവിഷനിലെ എസ്റ്റേറ്റ് തൊഴിലാളിയായ ആസാം സ്വദേശി അബ്ദുൾ റസാഖിന്റെ എസ്റ്റേറ്റ് ലയത്തിൽ നിന്നുമാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 57,000 രൂപയും ആധാർ കാർഡും ATM കാർഡും മോഷണം പോയിരിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണിയായപ്പോഴാണ് അബ്ദുൾ റസാഖും കുടുംബവും ഉറങ്ങുന്നത്. ഈ സമയം വരെ ബാഗ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബാഗ് വീടിനുള്ളിൽ ഇല്ല. എന്നാൽ വീടിനോട് ചേർന്നുള്ള 100 മീറ്റർ അകലെ ബാഗ് കുത്തിക്കീറിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പണവും ATM കാർഡും ആധാർ കാർഡും നഷ്ടപ്പെട്ടത് അബ്ദുൾ റസാഖ് അറിയുന്നത്. കട്ടലില്ല, ലോക്കില്ല. തുടർന്ന് സമീപവാസികളെ അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അടച്ചുറപ്പുള്ള കതക് ഇല്ലാത്തതിനാലാണ് മോഷണം നടന്നത് എന്നാണ് അബ്ദുൾ റസാഖ് പറയുന്നത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.